പ്ലീസ്. നമ്മൾ പതിവ് പോലെ എല്ലാ മാസവും കൂടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ തിരക്കിന്റെ ഇടയിലും ഒരു പ്രൈം ടൈമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. നമ്മൾ വചനം പഠിക്കുന്ന കൂടുതലും പഴയ നിയമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, പഴയ നിയമം നന്നായിട്ടൊന്ന് ഉൾക്കൊണ്ടാൽ പുതിയ നിയമത്തോട് നമുക്ക് വ്യത്യസ്തമായ ഒരു മനോഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തിരി കൂടി വ്യക്തമായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയ നിയമം. ഞാൻ അതുകൊണ്ട് ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് 1 സാമുവേലിന്റെ പുസ്തകത്തിൽ നിന്ന് 16-ാം അധ്യായം. ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ദാവീദ് എന്ന വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ പ്രധാനപ്പെട്ടതല്ല, മറിച്ച് ഈ യഹൂദ മതത്തിന്റെ അടിത്തറകൾ എന്ന് പറയുന്നത് അബ്രഹാം, ജേക്കബ് അല്ലെങ്കിൽ യാക്കോബ്, പിന്നീട് വരുന്ന ഇതേപോലെ ദാവീദാണ്. അപ്പോ ഈ വ്യക്തികളിൽ കൂടെയാണ് കഥ മുൻപോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പുതിയ നിയമത്തിലൊക്കെ പറയുന്നത് നമുക്ക് കാണാലോ, അബ്രഹാത്തിന്റെ പുത്രൻ, അല്ലെ? പിന്നെ പറയുന്നത് ദാവീദിന്റെ പുത്രൻ എന്നാണ്, ഈശോയൊക്കെ. അപ്പൊ ഇതൊക്കെ ഈ കണക്ഷൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് 12 ഗോത്രങ്ങളിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമാണ് യൂദ ഗോത്രം. അതായത് യാക്കോവിന്റെ 12 മക്കളിൽ ഒരാളായ ജൂഡ, അവനാണ് ഏറ്റവും പ്രാമുഖ്യമുള്ള വ്യക്തിയായിട്ട് പിന്നീട് മാറുക. അപ്പൊ 12 ഗോത്രങ്ങളില് 10 ഗോത്രങ്ങള് അത് നോർത്ത് എന്ന് പറയും, അതായത് വടക്കൻ രാജ്യവും 2 ഗോത്രങ്ങള് തെക്കൻ രാജ്യമായിട്ട് മാറുന്നുണ്ട്, ഇസ്രായേലും അതേപോലെ യൂദായും. അപ്പോ ദാവീദ് രാജാവ് ഏത് ഗോത്രത്തിൽ നിന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ യൂദാ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. സാവൂളാകട്ടെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് വരുന്നത്. ഏറ്റവും ചെറിയ ഗോത്രമാണ് ബെഞ്ചമിൻ. അപ്പോ ഈ സാവൂളിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും ചെറിയ ഗോത്രം, അതിൽ നിന്നൊരാൾ വരുമ്പോൾ എത്രമാത്രം സ്വീകാര്യത ഉണ്ടാവും. നമ്മൾ കരുതണ പോലെ ഇവരെല്ലാവരും ദൈവത്തെ ധ്യാനിച്ചിങ്ങനെ ഇരുന്ന മനുഷ്യരൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്രമതങ്ങളാണ്. അപ്പോ എന്നും അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതാണ്. അപ്പോ സ്വാഭാവികമായിട്ട് സാവൂൾ ഒരു വൻ പരാജയമാണെന്നാണ് ഈ ബൈബിൾ ഭാഗങ്ങളൊക്കെ പറയുന്നത്. ഇത് ആരായിരിക്കും എഴുതിയത്? സ്വാഭാവികമായിട്ട് എഴുതിയത് ദാവീദിന്റെ കൊട്ടാരത്തിലെ എഴുത്തുകാരായിരിക്കും. ദാവീദിനെ മഹത്വവൽക്കരിച്ചും ഈ സാവൂളിനെ താഴ്ത്തി കെട്ടിയൊക്കെ. ഞാനിത് പറയുന്നത് ബൈബിളിന് അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് കാണണമെന്നല്ല, മറിച്ച് തീർച്ചയായിട്ടും അത് ബയസ്ഡ് ആണ്. ഇപ്പൊ നിങ്ങൾ ബൈബിളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ല, ഇത് മനുഷ്യന്റെ കഥയാണ്, പക്ഷെ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഒരു കാര്യം. അപ്പൊ ഈ ഒരു പോളമിക് എന്ന് പറയും, എന്ന് വെച്ചാൽ 2 ധ്രുവങ്ങളിൽ കൊണ്ടുവന്ന് വെക്കും. സാവൂളിനെ മോശക്കാരനായിട്ടും അവന് ദൈവാത്മാവില്ലാത്തവനായിട്ടും, അതേസമയം ദാവീദിനെ വ്യത്യസ്തനായിട്ടും. പക്ഷെ അവൻ പാപം ചെയ്തു എന്ന് അവര് എഴുതി വെക്കും കേട്ടോ, സത്യസന്ധതയൊക്കെ കാണിക്കും. അതാണ് ബൈബിളിന്റെ വേറൊരു മഹത്വം, സത്യസന്ധതയും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന വചനഭാഗം 1 സാമുവേൽ 16 വളരെ പ്രധാനപ്പെട്ടതാണ്. ദാവീദിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഇതിനു മുമ്പ് എഴുതപ്പെട്ടതിലൊക്കെ യൂദാ ഗോത്രത്തിന്റെ മഹത്വം കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഉൽപ്പത്തി 29 യൂദ പതുങ്ങി കിടക്കുന്ന സിംഹമാണെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അത് യൂദാ ഗോത്രത്തിനാണ്. അതായത് പിന്നീട് ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഒറ്റ ഗോത്രമായിട്ട് യഹൂദ മതം ചുരുങ്ങിയാണ്. അതാണ് യൂദാ രാജ്യം. ഓക്കെ, ഇപ്പൊ ക്രിസ്തു ഒക്കെ വരുന്നത് അവിടെ നിന്നാണ്. ബാക്കി ഗോത്രങ്ങളൊക്കെ എവിടെ പോയി എന്ന് വെച്ചാൽ ചിതറിക്കപ്പെട്ടു പോയി. അപ്പൊ മിശിഹ വരുമ്പോ ഇവരെല്ലാവരും വീണ്ടെടുക്കണം. ഈ ചിതറിക്കപ്പെട്ട എല്ലാ ഗോത്രങ്ങളെയും മിശിഹ വീണ്ടെടുക്കണം. അതൊക്കെയാണ് മിശിഹായുടെ പണി. സ്വാഭാവികമായിട്ട് ഈ യൂദാ ഗോത്രത്തെയും ദാവീദിനെയും ചുറ്റിപ്പറ്റിയാണ് ബൈബിള് മുൻപോട്ട് പോകുന്നത്. അപ്പൊ ക്രിസ്തു വരുന്നതൊക്കെ യൂദാ ഗോത്രത്തിൽ നിന്നാണ്. അപ്പൊ ബെത്ലഹേം പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. കാരണം അത് ആരുടെ നഗരമാണ്? അത് ദാവീദിന്റെ ജന്മസ്ഥലമാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ഇനി വചനഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ സാമുവേലിനെ തിരസ്കരിച്ചു ദൈവം. സാമുവൽ ജനത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങി, അവരുടെ കർശനമായ ഞങ്ങൾക്ക് രാജാവിന് വേണം 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 എന്ന ആ ഒരു അലമുറ, അതിന് കീഴ്പ്പെട്ട് നമ്മൾ 1 സാമുവേൽ 11 കാണാം. സാമുവൽ സാവൂളിനെ രാജാവായിട്ട് വാഴിക്കുന്നു. ഓക്കെ, അതിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഈ സാവൂള് പിന്നീട് ദൈവത്തിന്റെ മുമ്പിൽ അപ്രീതിക്ക് പാത്രമാകുന്നു. അപ്പോ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സാമുവേല് പറയും നിങ്ങൾക്ക് രാജാവിനെ വേണ്ട. കാരണം എന്താണ്? ദൈവമാണ് രാജാവ്. ഓക്കെ, ദൈവം നിങ്ങളുടെ രാജാവാണ്, അപ്പൊ നിങ്ങൾക്ക് വേറെ ആരും വേണ്ട. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് രാജാവ് തന്നെ വേണം.
സത്യത്തിൽ അവർ തിരിച്ചറിഞ്ഞില്ല മനുഷ്യരാൽ ഇനി അവർ ഭരിക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ അധീശത്വത്തിൽ നിന്ന് മാറി മനുഷ്യനിൽ അഭയം തേടുന്ന ഒരു പ്രവണത ജനത്തിന് വന്നു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തതല്ല ശരിക്കും ഈ സാവൂളിനെ, മറിച്ച് ജനത്തിന്റെ ഇംഗിതപ്രകാരം ദൈവം കാണിച്ചു തരുന്ന ഒരാളാണ്. പക്ഷെ ദാവീദിന്റെ കാര്യത്തിലോ, ദാവീദിനെ ദൈവമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഒരാള് മനുഷ്യൻ തിരഞ്ഞെടുത്തത്, പക്ഷെ ദൈവം അപ്രൂവ് ചെയ്യുന്നു. ഇവിടെ ദൈവം പറഞ്ഞിട്ട് സാമൂല് പോയി അവനെ അഭിഷേകം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ സാവൂള് അപ്രസക്തനായി അതിരാജത്വത്തിൽ നിന്ന് അവനെ ദൈവം പുറത്ത് കളഞ്ഞപ്പോ ഏറ്റവും സങ്കടമായ വ്യക്തി സാമുവേലിനാണ്. ഏറ്റവും സങ്കടമായത് അവന് വിഷാദം വരെ ഉണ്ടായി. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? ദൈവം സാമുവേലിനോട് പറയണം, നീ എത്ര നാള് വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. അപ്പൊ മാഷ എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. മാഷ, അതിൽ നിന്നാണ് മിശിഹ എന്ന പദം വരുന്നത്. അനോയിന്റ് ചെയ്യുക, അഭിഷേകം ചെയ്യുക എന്നാണ് അർത്ഥം. മിശിഹ, മാഷ എന്ന വെർബ്. അപ്പോ പഴയ നിയമത്തിലൊക്കെ കാണുന്നത് രാജാവിനെയും പുരോഹിതനെയൊക്കെ അഭിഷേകം ചെയ്യുന്നത് ഈ ആടുമാടുകളുടെ കൊമ്പ് അതിൽ തൈലം നിറച്ചിട്ട് അതാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. ഓക്കെ, പഴയ രീതികൾ അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഇവിടെ എന്താണ് പറയുന്നത്? അതായത് കഴിഞ്ഞതെല്ലാം മറക്കണം, പുതിയ ജീവിതം ആരംഭിക്കുന്നു. നീ തളർന്നിരിക്കേണ്ടവനല്ല. ഓക്കെ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, മനുഷ്യന്റേതല്ല. ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് മനുഷ്യന് സങ്കടപ്പെട്ടോ ഇങ്ങനെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ഇരിക്കാൻ പറ്റുകയില്ല. മറിച്ച് മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ പരാജയം ഉണ്ടായേക്കാം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യന്റെ പരാജയത്തോടു കൂടെ പരാജയപ്പെടുന്നില്ല. നീ എഴുന്നേൽക്കണം, പോയി എന്ത് ചെയ്യുക? അവനെ അഭിഷേകം ചെയ്യുക. ഒരുപക്ഷെ ഇത് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യം. നമ്മുടെ മിനിസ്ട്രിയിൽ ഒരുപക്ഷെ മാനുഷിക തലങ്ങളെയാണോ നമ്മൾ പരിഗണിക്കുക, അതെയോ ദൈവത്തിന്റെ പദ്ധതിയാണോ? ഇപ്പൊ സാമുവേലിന് ദൈവത്തിന്റെ ഇംഗിതങ്ങളോ അവന്റെ സന്ദേശമൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നവനാണ്. പക്ഷെ ഒരു വേള അവനെ തന്നെ ചിന്തിക്കുകയാണ്, എന്റെ സങ്കടം, വിഷാദം. അതായത് ദൈവം അനോയിന്റ് ചെയ്ത അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത സാവൂള് തിരസ്കൃതനായപ്പോൾ അവന് വലിയ സങ്കടമായി. നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും ഒരുപക്ഷെ അഭിഷേകം ചെയ്യപ്പെട്ടവരുടെ വീഴ്ചകള്. ഞാനത് ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വൈദികര് അല്ലെങ്കിൽ ഇപ്പൊ സഭയുടെ ശുശ്രൂഷകളിലായിരിക്കുന്ന വ്യക്തികള് വളരെ നാണം കെട്ട രീതിയിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ദൈവിക പദ്ധതികൾ എന്നേക്കുമായിട്ട് അവസാനിക്കുന്നു? ഓരോ വ്യക്തികളുടെ വീഴ്ചകളോടുകൂടി ഈ സഭയുടെ വലിയ ദൗത്യം അത് എന്നേക്ക് അസ്തമിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിസ്ഥിതിയിൽ ഇപ്പോ നമ്മുടെ അതിരൂപതയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തില് ഇതൊരു ഉണർത്തുപാട്ടും കൂടിയാണ്. ഏത്? ദൈവത്തിന്റെ പദ്ധതികൾ എന്നും ആവിഷ്കരിക്കപ്പെടും, മനുഷ്യന്റെ പരാജയങ്ങളല്ല. അതേ പറയും, നീ നിന്റെ ഉടലിൽ തൈലം നിറച്ച് പുറപ്പെടുക. യു ഗോ ആൻഡ് മീറ്റ് ദ അതർ പേഴ്സൺ. അടുത്ത ആളെ നീ കണ്ടെത്തണം. ഇയാളുടെ പരാജയത്തിലൂടെ ഇത് ഒരിക്കലും നശിക്കാൻ പാടില്ല. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്താണ്? ഒരു പുതിയൊരു അവബോധമാണ്. ദൈവത്തിന്റെ പദ്ധതികളൊന്നും കാലത്തിനോ സമയത്തിനോ അനുസരിച്ച് തളർന്നോ തകർന്നോ പോകുന്നതല്ല. മനുഷ്യൻ എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടത് ദൈവത്തിന്റെ സ്വപ്നങ്ങളാണ്. നമ്മുടെ മിനിസ്ട്രിയിലൊക്കെ ചിന്തിച്ചോളൂ, നമ്മുടെ എല്ലാ മേഖലകളിലുണ്ട്. ഇപ്പോ ചിലരെങ്കിലും അസ്വസ്ഥരാകും കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് വരുമ്പോൾ. എല്ലാം നശിച്ചു എന്നൊരു ചിന്തയിലേക്ക് വരും. മനുഷ്യന്റെ ചരിത്രം മുഴുവൻ ഈ ഒരു ചിന്തയുടെ ആവിഷ്കാരമാണ്. നോക്കിയേ, നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഈ ഭൂമുഖത്തുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികൾ മനുഷ്യനുണ്ടായി, എത്ര യുദ്ധങ്ങളിലൂടെ കടന്നുപോയി. നമ്മൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നതാണ്, എവിടെ ഈ യുദ്ധത്തിന്റെ സ്മാരകങ്ങൾ കാണാം. ഒരു കുരിശൊക്കെ നാട്ടി വെച്ചിട്ടുണ്ട്, ഒരു മണി ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അടിച്ച്. ഇതൊക്കെ അടയാളപ്പെടുത്തലാണ്. അത് മനുഷ്യൻ വീഴ്ചകളിലൂടെ കടന്നുപോയി, പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതിലൂടെ ഞാൻ തരികയാണ്. അതായത് നിന്റെ കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. രാജാവിനെ നീ വാഴിക്കണം. കാരണം ഞാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആരായിരിക്കണം അടുത്ത രാജാവ്, എന്തായിരിക്കണം അവൻ ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ ഒന്നേ ചെയ്യുള്ളൂ, എന്റെ ആജ്ഞയെ അനുവർത്തിക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ വെറുതെ ഒന്ന് സംസാരിക്കാം. നിങ്ങളുടെ മനസ്സുകളിൽ ഇപ്പൊ സഭയിൽ നടന്നു പോണ പ്രതിസന്ധികൾ നിങ്ങളിൽ ഏത് തരം ചലനമാണ് സൃഷ്ടിക്കുന്നത്? ഒരുപക്ഷെ നിസ്സംഗതയാണോ, അതെയോ നൈരാശ്യമാണോ, അതെയോ ആകെ ഒരു ഉണർവില്ലായ്മയാണോ, അതെയോ അല്ലെങ്കിൽ വേണ്ട വൈദികരുടെ സന്യസ്തരുടെ വീഴ്ചകള് ഇതൊക്കെ നിങ്ങളിൽ ഉണർത്തുന്ന? കാരണം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ സഭയിലെ സഹശുശ്രൂഷകരാകാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ ആയിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു ഉത്തേജനമുണ്ട്, ഒരു ഉണർവ്. അതെപ്രകാരമാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മിലേക്ക് ഒരു പോസിറ്റീവ് തലമായോ അല്ലെങ്കിൽ നെഗറ്റീവ് തലമായോ നമ്മിൽ ഉണ്ടാക്കുന്നത്?
ഇവിടെ പറയുകയാണ് സാവൂളിന്റെ പരാജയം എന്നുള്ളത് അല്ല ഞാൻ കൺസിഡർ ചെയ്യുന്നത്, അടുത്ത ആളെന്ത്, അടുത്തത് എന്ത് എന്നുള്ളതാണ്. ഈ ഒരു ചിന്തയാണോ നമുക്ക് വേണ്ടത്? ഉണർന്ന് പ്രക്ഷോഭിക്കുക. ഓക്കെ, ആർക്ക് വേണമെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ചു തുടങ്ങാം. ഞാൻ നിങ്ങളിലേക്ക് ഒരു ചിന്ത വരികയാണ്. ആദ്യം നിങ്ങൾ തന്നെ സംസാരിച്ചോളൂ. ഓക്കെ, എന്നിട്ട് രൂപപ്പെടുത്തുക. അതായത് പ്രതിസന്ധികളും വീഴ്ചകളും നമ്മൾക്ക് കരുത്താണോ, കൂടുതൽ ഉണരണം എന്ന ചിന്തയാണോ, അതെയോ ആകെ തകർന്ന് എനിക്കിനി വേണ്ട, പറ്റില്ല എന്ന ചിന്തയാണോ? വേഗം ഒന്ന് സംസാരിക്കണം എല്ലാവരും. നിലവിലെ മാനുഷികമായ നമ്മളുടെ ഒരവസ്ഥ വെച്ചിട്ട് നമുക്ക് നിലവില് ചെറിയ നിരാശയുണ്ട്. ശരിക്കും അതല്ല വേണ്ടതെന്നറിയാം. നമുക്ക് ഈ അവസ്ഥയില് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നേറേണ്ടതാണ് ആവശ്യം. പക്ഷെ മാനുഷികമായ തലത്തില് നമുക്ക് തീർച്ചയായും നിരാശയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വേറെ ആരെങ്കിലൊക്കെ? യാക്കോബേടിനെ ആദ്യമായിട്ട് ഞാൻ നിരാശനായിട്ട് കാണുന്നു കേട്ടോ, ആദ്യമായിട്ട്. അച്ചോ, എന്നെ കേൾക്കാവോ? സാബു, ഓക്കെ. സാബു വർഗീസ്. അച്ചോ, എനിക്ക് ഈ സഭയിൽ നടക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ വ്യാകുലതയോ യാതൊരുവിധ സങ്കടമോ ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ വിചാരിച്ചിനോട് തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത് ഈ അൽമായർ, ഈ ഒരു വിഷയത്തിൽ അൽമായർ ഇടപെടണ്ടെന്നുള്ള ഒരു ഓക്കെ, അങ്ങോട്ടേക്കൊന്നും പോണ്ട, അത് വിഷയത്തിലേക്ക് പോണ്ട. ഞാൻ നിങ്ങളുടെ ഒരു ഇതാ പറയുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വൈദികന്റെയോ അല്ലെങ്കിൽ ഒരു പിതാവിന്റെയോ ഒരു കാറ്റഗിസം ടീച്ചറുടെയോ നിന്ന് ലഭിച്ചതല്ല എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഞാൻ അപ്പോൾ എൻ്റെ അപ്പനപ്പാപ്പന്മാരായിട്ട് നേടിത്തന്ന ഒരു വിശ്വാസത്തിന്റെ തുടർച്ചയാണ് എന്നിലും ഉള്ളത്. അപ്പോ ഈ ഒരു വിഷയം എന്നെ യാതൊരു വിധത്തിലും ബാധിക്കത്തില്ല. അത് വീണ്ടും സഭ വീണ്ടും ഉണരും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. താങ്ക് യു കേട്ടോ, വെരി ഗുഡ് പോയിന്റ്. അതായത് നമുക്ക് പൂർവികമായിട്ട് ലഭിച്ച ഒരു കാര്യമാണ് വിശ്വാസം. അത് മറ്റാരുടെയും ചെലവിലോ അല്ലെങ്കിൽ ബോധ്യത്തിലോ അല്ല, മറിച്ച് എനിക്ക് കൈമാറി കിട്ടിയ ഒരു നിധി എന്ന രീതിയിലേക്കാണ് ഞാൻ എന്നെ കൈമാറുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒരാൾക്കും കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് പോകും. അച്ചോ, ആദ്യം നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇതെല്ലാം അറിയുന്ന ദൈവം എല്ലാം നല്ലതിനായിട്ട് വരുത്തും എന്നുള്ള ചിന്തയിൽ നമ്മൾ നീങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ. തീർച്ചയായിട്ടും നമുക്ക് ഈ ചിന്തകളെ നമുക്കൊന്ന് ഏറ്റെടുക്കാം. അതായത് സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കർമ്മോത്സുകരാകുന്നതാണ് ഇതിനുള്ള പ്രതിവിധി കേട്ടോ. എവിടെയൊക്കെ അടിഞ്ഞുകൂടി ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നുവോ അല്ലെങ്കിൽ നിസ്സംഗതയിലേക്ക് ആണ്ടുപോകുന്നുവോ, അവിടെയൊക്കെ വീണ്ടും പൈശാചികമായ ഒരു ഇടപെടല് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്നും കൂടി നമ്മുടെ ഇഫക്റ്റീവ്നെസ്, പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ വഴിമാറും. അപ്പൊ അവിടെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്നേഹജ്വാല പരിപാടികൾ ഞാറക്കൽ ഇടവകയിൽ നടത്തിയപ്പോൾ ആ ഇടവകയിൽ ഉണ്ടാക്കിയ ചലനമുണ്ട്. നമ്മൾ വീടുകൾ സന്ദർശിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എലമെന്റ് ഉണ്ട്. വി ഗിവ് ഹോപ്പ്, പ്രത്യാശ കൊടുക്കുന്നു. ഇത് ബൈബിളിന്റെ കാഴ്ചപ്പാടല്ല. തകർന്ന് തരിപ്പണമാവുന്ന അവസ്ഥയിലാണ് ഒരു പുനരുദ്ധാരണത്തിന് സാധ്യതയുള്ളത്, ബിൽഡപ്പിന് സാധ്യതയുള്ളത്, അല്ലെ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയാണ് ഭൂമുഖം നവീകരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് ഇതിലൂടെയൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ വിശ്വസിക്കുന്നു, കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. അതായത് നീ നിറയ്ക്കണം നിന്റെ മനസ്സും ശരീരവും, പക്ഷെ പുറപ്പെടുവാനും കൂടി തയ്യാറാവണം. നിറച്ചു വെച്ച് ഇരുന്നാൽ പോരാ, യു ഹാവ് ടു മൂവ്. പുറപ്പെടുക എന്നുള്ളതാണ് സാമുവേലിനോട് ദൈവം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മൂന്നാമത്തെ വാക്യത്തിലൊക്കെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം, എനിക്കായി അഭിഷേകം ചെയ്യണം. ദാവീദിനെ, ജസ്സയുടെ മകനെ അഭിഷേകം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം തന്നെ നിശ്ചയിക്കുകയാണ് ആരുടെ മകനായിരിക്കണം രാജാവാകേണ്ടത്. പക്ഷെ പേര് പറയുന്നില്ല, ജസ്സയുടെ മകനെ. ഓക്കെ, ജസ്സയുടെ മകനെ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പോൾ ആരാണ് ഭരിക്കാൻ പോകുന്നത്? ദൈവമാണ് ഭരിക്കാൻ പോകുന്നത്. പക്ഷെ ഈ വ്യക്തിയിലൂടെ ആയിരിക്കും ദൈവം ഭരിക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യഹൂദമതം എപ്പോഴും ഒരു ദൈവാധിഷ്ഠിത രാജ്യമാണ്, ദൈവഭരണത്തിന്റെ രാജ്യമാണ്, തിയോക്രാറ്റിക് എന്ന് പറയും. ഞാനിത് ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. ഇസ്ലാം എവിടെയുണ്ട് അവിടെയൊക്കെ അവർ ശ്രമിക്കുന്നത് ഈ ശരിയ ഉപയോഗിച്ചുള്ള ഒരു രാജ്യമാണ്.
ഓക്കെ, നമ്മുടെ ഇന്ത്യയും അത്തരത്തില് ഒരു ഹിന്ദു മജോറിറ്റി ആവുമ്പോൾ അത്തരത്തിലൊരു ഹൈന്ദവ തലത്തിലേക്ക് ഒരു രാജ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്. അപ്പൊ യഹോവ രാജ്യം ഭരിക്കുന്നു, അത് ശരിയാണോ? അത് സെയിം ആണ്. ഇത് രാമന്റെ രാജ്യം സെയിം അല്ലേ? അള്ളായുടെ രാജ്യം സെയിം അല്ലേ? അപ്പോൾ ഈ പഴയ നിയമത്തിൽ എപ്പോഴും ഈ ഐഡന്റിറ്റി അവര് പരിശ്രമിക്കുന്നുണ്ട്. അത് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട്. ദൈവം ഭരിക്കുന്ന രാജ്യം. അപ്പൊ ഏത് ദൈവമാണ് ഭരിക്കുന്നത്? യഹോവ, അല്ലെങ്കിൽ അള്ളാഹ്, അല്ലെങ്കിൽ രാമൻ. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് അടങ്ങൊതുങ്ങി ഈ രാജ്യത്ത് കഴിയുക. ഇപ്പൊ തിയോക്രാറ്റിക് നേഷൻ എന്നൊക്കെ പറയുമ്പോൾ മതാധിഷ്ഠിത രാജ്യമാണ് സത്യത്തില്. ഇപ്പൊ നമ്മളിന്ന് ഈ ദൈവാധിപത്യത്തിന്റെ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒത്തിരി അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ. ഒരു പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് തിയോക്രാറ്റിക് എന്നതിനേക്കാളും നമുക്ക് വേണ്ടത് ഡെമോക്രാറ്റിക്കോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സങ്കല്പമായിരിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് വേണ്ടത് എല്ലാ മതങ്ങളുടെയും നന്മകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയൊക്കെയാണ്. ഇന്ന് എവിടെയും നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇത്തിരി കൂടി നമ്മുടെ ദൈവം, നമ്മുടെ വിശ്വാസം അത്തരത്തിലപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ മാനവികതയുടെ തലങ്ങളില്? അപ്പൊ ദൈവത്തിന്റെ ദൈവിക മൂല്യങ്ങൾ അടിസ്ഥാനമാകണം, പ്രത്യേകിച്ച് സുവിശേഷ മൂല്യങ്ങൾ. പക്ഷെ ഇന്ന ദൈവം ഭരിക്കുന്നത് ഇന്ന മതങ്ങൾ മാത്രമുള്ള രാജ്യം എന്നുള്ളതൊക്കെ സങ്കുചിതമായ കാഴ്ചപ്പാട് എന്നാണ് ഒരുപക്ഷെ ഈ കാലഘട്ടം നമ്മോട് പറയുന്നത്. ഓക്കെ, യഹൂദ മതത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് പ്രസക്തമാണ്. ഒരുപക്ഷെ ഇന്ന് ലോകം മുഴുവന് ഏറ്റവും അധികം ചിന്തിക്കുന്നത് ഇത്തരത്തിൽ രാജ്യങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കണം എന്നുള്ളതാണ്. അത് തീർക്കുന്ന മതിലുകളുണ്ട് അത്രമാത്രം. ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ ഒത്തിരി മതിലുകൾ തീർക്കുന്ന അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പൊ ബൈബിളിൽ എപ്പോഴും ഈ തിയോക്രാറ്റിക് നേഷൻ എന്ന് പറയും. പക്ഷെ ക്രിസ്തു കൊണ്ടുവരുന്ന ഒരു സങ്കല്പം നോക്കി നിങ്ങൾ. ക്രിസ്തു കൊണ്ടുവരുന്നത് നോക്കി, എന്റെ പിതാവ് അല്ലെ, നിന്റെ രാജ്യം വരണമേ. എന്താണ് അവൻ അവിടെ നിന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഗിരിപ്രഭാഷണം നോക്കുക, മത്തായി 5. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെ, വിശക്കുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തു പ്രഖ്യാപിക്കുന്ന ഒരു ദൈവരാജ്യം കണ്ടോ? അതിന്റെ പ്രത്യേകത കണ്ടോ? പാർശ്വവൽക്കരിക്കപ്പെട്ടവരൊക്കെ അതിന്റെ ഭാഗമാകും, അല്ലെ? അധസ്ഥിതരായവർ അതിന്റെ ഭാഗമാകും. സ്ത്രീകള്, പുരുഷന്മാര്, കുട്ടികള്, ഇതെല്ലാം വിജാതീയര്, സജാതീയര്, പുരോഹിതര്, എല്ലാവരും ഇതിന്റെ ഭാഗമാകുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം ഒരുപക്ഷെ ഇതിന്റെ ചുവട് വെച്ചാണ്. സമത്വത്തെ പറ്റി പറയുന്നു, സാഹോദര്യത്തെ പറ്റി പറയുന്നു. ഒരുപക്ഷെ നമ്മൾ NCC ദമ്പതികൾ എന്ന രീതിയിൽ നമ്മൾ വെറും മതജീവികൾ എന്നതിനപ്പുറം ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു വിമോചനത്തിന്റെ തലത്തിലും കൂടി ചിന്തിക്കേണ്ടത് അനിവാര്യതയാണ്. ഞാനിത് നിങ്ങളോട് ഇത് ഒരു പ്രബോധനമായിട്ട് ഒപ്പം പരിശീലനമായിട്ട് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ അധ്വാനിക്കുന്നത് നോക്കി, നമ്മൾ എത്തിപ്പെടുന്നതൊക്കെ കാത്തലിക് കുടുംബങ്ങളിലേക്ക് മാത്രമാണ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു ഹൈന്ദവ കപ്പിൾ അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ഏതെങ്കിലും ദമ്പതി നിങ്ങളുടെ അടുത്ത് സംശയ നിവാരണത്തിനോ ആശ്വാസത്തിനോ വരുന്നുണ്ടോ? ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ നല്ലത്. നിങ്ങൾ ക്രിസ്തു പറയുന്ന ദൈവരാജ്യ മൂല്യങ്ങളുടെ വക്താവാകുന്നു. അപ്പോൾ ഞാനിത് നിങ്ങളോടൊന്ന്, എനിക്കറിയില്ല, ഞാൻ റാഡിക്കലിസം ഒന്നുമല്ല പറയുന്നത്, ഇത് ബൈബിളിന്റെ കാഴ്ചപ്പാടിലുള്ളതാണ്. ഏത് പുതിയ നിയമത്തിന്റെ. കാരണം പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ബന്ധിതരാകേണ്ടവരല്ല നമ്മള്. പഴയ നിയമം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ക്രിസ്ത്യാനികൾ ഏതും കൂടി കൂട്ടുപിടിക്കണം. പുതിയ നിയമത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളും അതിന്റെ വെളിച്ചവും കൂടി നമ്മൾ കൊണ്ടുനടക്കേണ്ടതാണ്. അവിടെയാണ് ക്രിസ്തു വ്യത്യസ്തനാവുന്നത്. ക്രിസ്തു അതുകൊണ്ട് യഹൂദ പൗരോഹിത്യത്തെ, യഹൂദ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ വിമർശിക്കുന്നുണ്ട്. ഒരേ സമയം യഹൂദനായിരുന്നു, ആചാരാനുഷ്ഠാനങ്ങളെ പിഞ്ചെല്ലുന്നിരുന്നു. പക്ഷെ അതിന്റെ പൊള്ളത്തരത്തെ എടുത്തു കാണിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ക്രിസ്തു നമുക്ക് നൽകുന്നത് തുറവിയുടെ ഒരു മതാത്മകതയാണ്. അവിടെ ദൈവം പിതാവാകുന്ന അവസ്ഥ. അവിടെ മതം എന്നുള്ളതൊന്നുമല്ല, ദൈവം എല്ലാവരുടെയും പിതാവാണ്. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ ആരുടെ പിതാവാണ് ദൈവം? ആരുടെ പിതാവാണ്? ക്രിസ്ത്യൻസിന്റെ പിതാവാണോ ദൈവം? അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാത്രം അംഗീകരിക്കുന്നവരുടെ പിതാവാണോ ദൈവം? ദൈവം എല്ലാവരുടെയും പിതാവാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടി നമ്മളുടെ നന്മകള് പ്രചരിപ്പിക്കുന്ന ഒരു തലം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇനി ഷെയർ ചെയ്യാം. ഒരു പക്ഷേ കാത്തലിക്സിന്റെ ഇടയിൽ മാത്രമാണോ നിങ്ങളുടെ ശുശ്രൂഷ ഒതുങ്ങി നിൽക്കുന്നത്? അതെയോ നിങ്ങൾ കണ്ടുമുട്ടുന്ന ദമ്പതികളിലേക്ക് അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലേക്ക് ഏതെങ്കിലുമൊക്കെ വെളിച്ചം നൽകുവാൻ, ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഒരു വെളിച്ചം നൽകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ അനുഭവം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. കുറച്ച് സമയം വേണമെങ്കിൽ, എന്നുവെച്ചാൽ ഫ്യൂ സെക്കൻഡ്സ്
നിങ്ങൾ വേണമെങ്കിൽ ഒരു എന്താന്ന് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒന്ന് അവതരിപ്പിക്കാം. ഓക്കെ, വേഗം ആവട്ടെ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. ആരുമില്ലേ? യാക്കോബേട്ടൻ പറയാൻ പോണെന്നല്ലേ? വീണ്ടും ഞാൻ യാക്കോബേട്ടൻ. പറയാം. ഞാന് അച്ഛന്റെ ഈ അഭിപ്രായത്തിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. നമ്മള് പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ പ്രേക്ഷിത ദമ്പതികളായ ആളുകള് ഒരു ക്രിസ്തു മതത്തിന്റെ വാക്താക്കളായി മാത്രം മാറുന്നതിൽ അർത്ഥമല്ല. ഞങ്ങളിപ്പോ പലപ്പോഴും ഇപ്പൊ റിട്ടയർ ചെയ്ത ആളുകളാണ്. അപ്പൊ പല ആളുകളും ഞങ്ങളുടെ മറ്റു മതത്തിലുള്ള ആളുകൾക്ക് ചോദിക്കാറുണ്ട്, ഇപ്പൊ യാക്കോബിന് എന്താണ് പരിപാടി, ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാ? അപ്പൊ ഞങ്ങൾ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. ഞങ്ങള് മറ്റേ ദമ്പതികൾക്കും പിന്നെ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളാണ് ഞങ്ങൾ അതിനകത്ത് ഭാഗഭാക്കുകളാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ പലപ്പോഴും അവരോട് അതെന്ത് ശുശ്രൂഷകളൊക്കെ ആണെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, പിന്നെ പല ദമ്പതികളും യഥാർത്ഥത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ ആ ഒരു ഊഷ്മളത അവര് അനുഭവിക്കുന്നില്ല. അപ്പൊ അവർക്ക് അതിലേക്ക് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ പലരും ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുമെന്ന് പല ഹിന്ദുക്കളായാലും മറ്റു മതസ്ഥരായാലും ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് അതിനുള്ള സാഹചര്യമായിട്ടില്ല, ഞങ്ങൾ അങ്ങനെയും പരിഗണിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു നിർത്തി. ഓക്കെ, വേറെ ആരെങ്കിലും, പുതിയ ആരെങ്കിലും ഒക്കെ? നിങ്ങളുടെ ഒരു പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമാണ് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മേഖല അതൊക്കെ പ്രസക്തമാണ് ഇവിടെ. അല്ലാതെ എനിക്ക് ഒരു നമുക്ക് അനുഭവം അച്ഛാ. ഞാന് എന്റെ ഓഫീസില് നമ്മുടെ ഒരു സ്റ്റാഫ്, പുള്ളിക്കാരന്റെ വൈഫ് ആത്മഹത്യ ചെയ്യുന്നൊരു പ്രവണതയ്ക്ക് വന്നു. അപ്പൊ ഒരു ചൈൽഡ് അബ്യൂസിന് വിധേയമായുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പൊ രണ്ടുപേരും ഭാര്യ ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം രാഷ്ട്രീയമായിട്ട് എന്നോട് എതിർപ്പുള്ള ഒരു വിഭാഗത്തിലാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഒരു ഹെൽപ്പ് ചോദിച്ചു പറയും. ഞാൻ വേണ്ട അന്ന് ഞാൻ ഈ കൗൺസിലിംഗ് ഫീൽഡിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാൻ നമ്മുടെ ന്യൂ ഹൊറൈസൺ എന്ന് നമ്മുടെ ഒരു CSTയുടെ അച്ഛൻ്റെ നമ്മുടെ കിടങ്ങൂരെ, അവിടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയും ഒരു 3-4 ഫോളോ അപ്പ് അതോടുകൂടി അവരുടെ പ്രശ്നം മാറി അവരെ സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ എന്നോട് ഒരു താല്പര്യമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട് ഇപ്പോഴും. താങ്ക് യു, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ഒക്കെ ഇതേപോലെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ MCC ദമ്പതി എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ നന്മ? ഓക്കെ, എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മള് ഇടപെടുന്ന മേഖലകൾ വിവിധങ്ങളാണ്. അതില് ഈ MCCയിൽ നിന്ന് കിട്ടുന്ന ആദർശങ്ങളും നമ്മുടെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങളും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ചില നമ്മുടെ ആത്മസംതൃപ്തിയും കുടുംബജീവിതത്തിന്റെ പ്രത്യേകതകളും ഒക്കെ മറ്റു വേദികളിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള തലങ്ങളില്, പിന്നെ അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മണ്ഡലങ്ങളില്, അതായത് ഇപ്പോ ഉദാഹരണത്തിന് വൈസ്മെൻസ് ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, ഇവിടെയൊക്കെ അവരുടേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ അവിടെയെല്ലാം വ്യതിരിക്തമായിട്ട് നമ്മുടെ ആദർശങ്ങളും നമ്മുടെ ഒരു നിലപാടുകളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമ്മള് ചിലപ്പോ ചില സാഹചര്യങ്ങളിലൊക്കെ ഒറ്റപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായെങ്കിലും അതിനെ ധൈര്യസമേതം നേരിടുക എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഞാനപ്പോ അത്തരത്തില് ആ ഒരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഏതായാലും നമ്മൾ പറയുന്ന രാജകീയ പൗരോഹിത്യം, രാജകീയ പുരോഹിത അല്ലെങ്കിൽ പ്രവാചക ദൗത്യം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എവിടെയാണോ നിങ്ങൾ അധ്വാനിക്കുന്നത് അവിടെയൊക്കെ ഈ പറഞ്ഞ ക്രിസ്തുവിന്റെ ഒരു തലമുണ്ട്. അതായത് എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യുക, ഞാനാണ് രാജാവ്, ഓക്കെ, പക്ഷെ ക്രിസ്തുവിന്റെ മൂല്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രചരിക്കുക. അതുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ഈ രാജ്യത്വം എന്നുള്ളത് യൂറോപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ചിന്തിച്ച് രൂപപ്പെടുത്തിയതാണ്. അതേസമയം ക്രിസ്തു രാജാവാകുന്നത് എങ്ങനെയാണ്? അവന്റെ മൂല്യങ്ങൾ ഈ സമൂഹത്തെ മുഴുവൻ ഗ്രസിക്കുമ്പോഴാണ്. അവന്റെ സ്നേഹം, അവന്റെ ത്യാഗം, അവന്റെ കുരിശ്, അവന്റെ തുറവി, അവന്റെ സഹാനുഭൂതി, അവന്റെ മാനവികത, അവന്റെ സാമൂഹ്യ പ്രതിബദ്ധത, ഇതെല്ലാം ജനഹൃദയങ്ങളിലേക്ക് നമ്മുടെ ശൈലികളിലൂടെ പകർന്നു നൽകുമ്പോഴാണ് ക്രിസ്തുവിന്റെ രാജ്യം സമാഗതമാകുന്നത്. അപ്പൊ എനിക്കായി നീ അഭിഷേകം ചെയ്യുക,
നമ്മളോട് ഒരു പക്ഷേ ക്രിസ്തു പറയുന്ന ഒരു വാചകമാണ്, എനിക്കായി നീ നിന്നെ തന്നെ അഭിഷേകം ചെയ്യുക. യു ആർ എ കിങ് ഫോർ മീ. നീ ആയിരിക്കുന്നിടത്ത് നീ ഒരു രാജാവാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുണ്ടോ? ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലത് ആർക്കെങ്കിലൊക്കെ പറയാനുണ്ടെങ്കിൽ വേഗം ഒന്ന് പറയാം. ഒരു ചെറിയ കാര്യം, ഓക്കെ. നമ്മുടെ ഒരു അച്ഛനില്ലാത്തൊരു കുട്ടിയായിരുന്നു, ഹിന്ദു കുട്ടിയായിരുന്നു. ആ കുട്ടി കോളേജിലൊരു ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഗർഭിണിയായി. അങ്ങനെ അത് പ്രായപൂർത്തിയാവാത്ത കാരണം പയ്യന് പ്രായപൂർത്തിയാവാതെ അബോർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അവിടെ ആകെ വിഷമത്തിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ സിംഗിൾ പാരന്റിങ് ചെയ്യാൻ രണ്ടുപേരും കൂടി വന്നു, അമ്മയും മകളും കൂടി, ഹിന്ദു ആയിരുന്നു. അത് കഴിഞ്ഞോടുകൂടി അവർക്ക് ജീവിതത്തിൽ വളരെ അർത്ഥങ്ങൾ വന്നു. ഇപ്പൊ ആ പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലിയൊക്കെ ആയിട്ട് നമ്മളത് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് അബോർഷൻ കഴിഞ്ഞിട്ട് കൊച്ചിന് ഇങ്ങനെ സ്വയം ഇങ്ങനെ കൈമുറിക്കാനും ആത്മഹത്യ പ്രേരണയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തിക്കുണ്ട്. അതൊക്കെ മാറി. ഇപ്പൊ അമ്മ വിളിച്ചപ്പോ പറഞ്ഞപ്പോ ഓക്കെ ആയി, ജോലിയായി ആൾക്ക്. ഞാൻ ഓർക്കുന്നവരെ ഇവിടെ ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയ സംതൃപ്തി ഞാൻ വിശ്വസിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾ ക്രിയാത്മകമായിട്ട് ഇടപെടുമ്പോഴാണ് അവിടെയൊക്കെ ക്രിസ്തുവിന്റെ രാജ്യമാണ് പ്രഘോഷിക്കപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും തിരിച്ചറിയുക. ഓക്കെ, നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് സാമുവേലിനോട് ദൈവം പറയുന്നത് ജെസ്സയുടെ വീട്ടിലേക്ക് പോകാനാണ്. ജെസ്സെ, ഓക്കെ, ജെസ്സെ ആരാണെന്ന് നമുക്കറിയാം. അത് റൂത്തിന്റെ പുസ്തകത്തില് 4 നമ്മൾ കാണുന്നുണ്ട്. അതായത് റൂത്തിന്റെയും ബോവാസിന്റെയും മകനാണ് ജെസ്സെ. അപ്പോ ആ റൂത്തിന്റെ പുസ്തകത്തിന്റെ പ്രസക്തി പോലും ഈ ദാവീദുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് അപ്പൊ മനസ്സിലായാലും എത്രമാത്രം ദാവീദ് പഴയുന്നതിൽ പ്രധാനപ്പെട്ടതാണ്. ദാവീദിന്റെ സിംഹാസനവും ദാവീദിന്റെ തലമുറകളൊക്കെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ദാവീദിന്റെ പുത്ര എന്ന് പുതിയമം ബോധപൂർവ്വം വിളിക്കാൻ ശ്രമിക്കുന്നത്, ദാവീദിന്റെ പുത്ര എന്നൊക്കെ, യാക്കോബിൽ നിന്ന് വരുന്നതൊക്കെ. അപ്പോ ഇവിടെ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ജെസ്സിക്ക് മക്കളുണ്ട്, ആൺമക്കളെ പറ്റി പറയുന്നത്. അപ്പോ ഇന്ന മകൻ എന്നൊന്നും പറയുന്നില്ല. ഇവിടെയാണ് ദാവീദിന്റെ പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അവന് ആരാണ് രാജാവാകേണ്ടതെന്ന് ഈ സാമുവേലാണ് ഡിസൈൻ ചെയ്യേണ്ടത്, വിവേചിച്ചറിയേണ്ടത്. അപ്പോ ജെസ്സെ കരുതുന്നത് എന്റെ മക്കളിൽ ഏറ്റവും മിടുക്കൻ, അല്ലെ, ഏറ്റവും മിടുക്കൻ ഏലിയാവ്. കാരണം അവന് ആഹാരവടിവോ ഉയരമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ളവൻ, മിടുക്കൻ, ശക്തൻ, അത്തരത്തില് ജെസ്സെ കൊണ്ടുവരുന്നു. പക്ഷെ സാമുവേൽ പറഞ്ഞു ഇവനല്ല. അങ്ങനെ ഓരോരുത്തരും, പിന്നീട് അഭിനാദ് വരുന്നു, ഷമ്മി വരുന്നു, പിന്നെ അങ്ങനെ ഓരോരുത്തര് വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഇനി നിനക്ക് മക്കളുണ്ടോ? ഇനി നിനക്ക് മക്കളുണ്ടോ? 7 പുത്രന്മാരോ ഇനിയുണ്ടോ നിനക്ക്? ഒരു ചെക്കനുണ്ട്, അവൻ ആടിനെ വയ്ക്കാൻ വേണ്ടി പോയേക്കാണ്. അവന് ബോധമില്ല വെളിവുമില്ലാത്ത ഒരു പാവം ചെക്കനാണ്. അവനൊന്നും രാജാവാകാൻ പറ്റുന്നല്ല. ഇതാണ് ജെസ്സയുടെ തീരുമാനം. പക്ഷെ അവനെ വിളിക്കാൻ പറയുന്നു. കണ്ടപ്പോ തന്നെ സാമുവേലിന്റെ ഹൃദയം പറഞ്ഞു ഇവനാണ് അഭിഷേകം ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, നിങ്ങളൊക്കെ പെണ്ണ് കാണാൻ പോയ സീനൊക്കെ ഓർത്ത് നോക്കി, എത്ര പെണ്ണുങ്ങളെ കണ്ടവരൊക്കെ ഉണ്ട്. ചിലവര് എല്ലാവരും ചിരിക്കാനൊക്കെ തുടങ്ങി. ചിലവര് ചെവി വളഞ്ഞത്, മൂക്ക് നീണ്ടതെന്നൊക്കെ പറഞ്ഞ് കല്യാണം മാറിപ്പോയിട്ട്, അല്ലെങ്കിൽ മുടി കുറവ്, മുടി നീണ്ടതല്ല, ചെക്കന്റെ മീശ പഴുതാര പോലെയാണ്, ചെക്കന്റെ അപ്പൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചെക്കന്റെ കൂട്ടുകാരൻ എങ്ങനെയാണ്. പെണ്ണ് കാണൽ കഥകൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പെണ്ണ് കണ്ടവരാണ്. പീറ്ററായിട്ട് എനിക്കറിയില്ല എങ്ങനെയാണ്, എന്നാലും ബാക്കി ഭൂരിഭാഗവും ഏതായാലും ഭാവനകളിലും മറ്റുമൊക്കെ കുറെ പെണ്ണുങ്ങൾ. റൈവൺ സാറൊക്കെ 51-ാമത്തേനെ കണ്ടേന്നത്, 51. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ചെക്കന്മാർക്കാണ് പെണ്ണിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ വന്നേക്കുന്നത്. കാരണം റിജക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഇവനെ വേണ്ട, വീട്ടുകാരൊക്കെ കൂടി 3-ആനോ ബ്രോക്കറുടെ കയ്യിൽ പറഞ്ഞോളും പുള്ളിനെ വേണ്ടാന്ന് പറഞ്ഞേക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെക്കൻ എന്നെ വിളിച്ചിട്ട് സങ്കടപ്പെട്ടു, എന്നെ വേണ്ടാന്ന് പറഞ്ഞു. അയ്യോടാ, എനിക്ക് മനസ്സിലാവില്ല, കാരണം നമ്മളോട് ആരും റിജക്ഷൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവന് റിജക്ഷൻ ഭയങ്കര പ്രശ്നമായി. അപ്പോ നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു ക്വാളിറ്റി നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്വാളിറ്റി, എന്തെങ്കിലും ഒരു സാധനം. ചിലവര് സൗന്ദര്യം കണ്ടപ്പോ പക്ഷെ വീട്ടിലെ ചുറ്റുപാട് മോശമാണെന്ന് പറഞ്ഞു പോകുന്നത്. ചിലവര് പെണ്ണിന്റെ അമ്മയപ്പനും കൊള്ളില്ല എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. അങ്ങനെ പലതാണ് നിങ്ങൾ കണ്ടെത്തിയ കാരണം. അവസാനം ഇപ്പൊ അടുത്തിരിക്കുന്ന ആളിലേക്ക് എത്തിപ്പെട്ടു. ചിലപ്പോ ഈ ആള് ചാൻസ് ഫാക്ടർ ആയിട്ട് വന്നതാകാം, അല്ലെ? ചാൻസ് ഫാക്ടർ ആയിട്ടൊക്കെ വന്നതാകാം. നിങ്ങളപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ തന്നെയാണ് ജെസ്സയും കണ്ടെത്തിയ മാനദണ്ഡങ്ങൾ. ആഹാര ഭംഗി, അതായത് ഭാഗ്യമായ കുറെ കാര്യങ്ങൾ.
ഞാൻ പറയുന്നതിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഉള്ളു നോക്കിയിട്ടൊക്കെ ആയിരിക്കാം കെട്ടിയേക്കണം. പക്ഷെ ഭൂരിഭാഗവും ആരോ പറഞ്ഞു ABCDEFG എന്ന് പറഞ്ഞു. ഏജ്, ബ്യൂട്ടി, ക്യാരക്ടർ, ഡൗറി, എഡ്യൂക്കേഷൻ, ഫാമിലി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ABCDEF അതൊക്കെ ആയിരിക്കാം. എന്തായാലും തറവാട് നോക്കി കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ട്. തറവാട് അല്ലെ, ഇന്ന വീട്ടുപേര് കൊള്ളില്ല അല്ലെ, ഇതൊക്കെ നോക്കി കല്യാണം കഴിച്ചവരുണ്ട്. അപ്പോ ഇവിടെയെല്ലാം നമ്മൾ നോക്കുന്നത് ഭാഗ്യമായ കാര്യങ്ങളാണ്. പക്ഷെ ദൈവം നോക്കുന്നത് എന്താണ്? ദൈവം ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയം മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റും ആരുടെയെങ്കിലും ഹൃദയം എങ്ങനെയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ ഹൃദയ വികാര വിചാരങ്ങൾ എന്താന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സിന്റെ തലങ്ങൾ എന്തൊക്കെയാന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? ശരീരത്തെ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതാണെങ്കിൽ ബോറടിച്ചു. പക്ഷെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു വിഭാഗത്തിന്റെ ശ്രേഷ്ഠത എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഹൃദയത്തിലേക്കുള്ള തീർത്ഥാടനമാണ്, നിങ്ങളുടെ പങ്കാളിയുടെ ഹൃദയം. അതുകൊണ്ടായിരിക്കും ലവ് ചിഹ്നം പ്രസക്തമായിട്ട് മാറിയത്. ചിലവർ ലവ് ചിഹ്നം വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ മൊബൈലിലാണെങ്കിൽ വാട്സാപ്പിൽ ലവ് ചിഹ്നം ഇട്ടു കൊടുക്കും. പക്ഷെ എന്താണ് ഹൃദയമെന്ന്, പങ്കാളിയുടെ ഹൃദയം എന്താണെന്ന് അറിയാത്തവരുണ്ട്. അറ്റാക്ക് വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന എന്തോ ഒരു സാധനമാണ്, പൈസ നഷ്ടം വരുന്ന ഒരു സാധനമാണെന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് റെഡ് കളറാണെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്, പ്രണയം റെഡ് ആയതുകൊണ്ട്. സമയം എനിക്ക് തോന്നുന്നു ഈ ദാമ്പത്യം എന്നുള്ളത് ഹൃദയത്തിലേക്കുള്ള യാത്രയാണ്. ദാമ്പത്യം മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും ഹൃദയത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ദൈവം മാത്രമാണ് ഹൃദയത്തെ തിരിച്ചറിയുന്നത്. എന്റെ പങ്കാളിയുടെ ഹൃദയം എനിക്ക് ഹൃദയത്തിന്റെ തലങ്ങള്, മനസ്സിന്റെ വ്യാപാരങ്ങള്, അതായത് ഉള്ള്, ഹീബ്രുവിൽ നെഫേഷ് എന്നൊരു പദം ഉപയോഗിക്കും. ആത്മാവ്, ജീവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം, നെഫേഷ്. അതെനിക്ക് കണ്ടെത്താൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ എന്റെ പങ്കാളിയുടെ ഭാഗമായി. എന്റെ പങ്കാളി എന്റെ ജീവിതത്തിന്റെ ഭാഗമാകും. സത്യത്തിൽ വിവാഹം എന്നുള്ളത് അത്തരത്തിലാണ്. അപ്പൊ ഭാഗ്യമായ ചില തലങ്ങള് നിങ്ങൾ കണ്ടെത്തിയത് ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഉത്തരമായിട്ട് മാറിയത്? ഭയങ്കര സൗന്ദര്യം നോക്കി ഇരുന്ന ആൾ ഇപ്പോ അതാണോ നിങ്ങളെ ആനന്ദിപ്പിക്കുന്നത്, അതേ മറ്റെന്തെങ്കിലും ആണോ? നിങ്ങളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോണം. കല്യാണത്തിന്റെ സമയത്ത് ഞാൻ നിന്നിൽ കണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, ഇപ്പോ അതാണോ മെയിൻ, അത് വേറെ എന്തെങ്കിലും ആണോ? ജോൺസൺ ജുബിനോയ്ക്ക് ഒന്ന് കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. കേൾക്കാവട്ടെ, ഒന്ന് സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഐസ്നോ നിങ്ങൾക്ക് ഹൃദയത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഹൃദയത്തിന്റെ തെക്ക് വടക്കേ മൂലയില് ഒരു കുടില് കെട്ടാനൊക്കെ പറ്റുന്നുണ്ടോ? ജെയ്സണൊക്കെ പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് രാജിയോട്. പോൾച്ചുങ്കൻ ആരുമില്ലേ? എന്നെ പോലെയാണല്ലോ കുറെ പേരൊക്കെ. അതുപോലെ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടല്ലോ അവര്. എനിക്ക് വിശ്വാസമാണ് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ മറ്റു ദമ്പതികളൊക്കെ ആണെങ്കിൽ ആകാശത്തൊക്കെ നോക്കിയിരിക്കണ്ടാവും. എനിക്കറിയില്ല നിങ്ങൾ NCCക്കാർ ഇപ്പോഴും നിങ്ങളുടെ പങ്കാളിയുടെ ഹൃദയത്തിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടോന്ന്. അതേ വെറുതെ ഷോ മാത്രമേ ഉള്ളൂ എന്ന്. ബാഡ്ജൊക്കെ കുത്തി നടന്ന കുറെ ദമ്പതി എന്ന് പറയുന്നവർ മാത്രമാണോ അതെയോ അറിയില്ല, ദൈവത്തിനറിയാം. നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ ബന്ധം ശക്തമാണോ? ഫ്രാൻസിസ് ഗ്രേസ് ഓക്കെയാണ്, നിങ്ങളെ വിട്ടു ഞാൻ. ഓക്കെ, യെസ്, ഓക്കെ. നിങ്ങളൊന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇതുവരെ പറയാത്ത ആരെങ്കിലുമൊക്കെ ഒന്ന് പറയാം കേട്ടോ. യാക്കോബേട്ടന് എന്ന് വെച്ചാൽ പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, പിന്നെ പറയാം. ആരെങ്കിലൊക്കെ പറയാത്ത ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. പെണ്ണുകളെ ചെന്നപ്പോ അല്ലെങ്കിൽ ചെക്കനെ കണ്ടപ്പോ ഉണ്ടായ തോന്നലും ഇപ്പൊ അതാണോ നിങ്ങളെ കൂടുതൽ നയിക്കുന്നത്, അത് വേറെ എന്തെങ്കിലും ആണോ? നെഗറ്റീവ് അടിക്കണ്ടോ, അല്ലെങ്കിൽ പിന്നെ അടിയോ. എനിക്കത് പോസിറ്റീവ് ആയിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, കം ഓൺ സംബഡി. ആരില്ലേ ധൈര്യമുള്ളവരൊന്നും? ഓക്കെ, ആരെങ്കിലും പറ. ഓക്കെ അച്ഛാ പറഞ്ഞോ. എന്റെ ബ്രദറാണ് എനിക്ക് ചേട്ടന്റെ കല്യാണമായിട്ട് ആലോചിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഞാനെപ്പോഴും നല്ല സ്വഭാവമുള്ള ആളായിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ ചേട്ടനെ പറഞ്ഞ് നിന്റെ പോലെ തന്നെ നല്ല പുള്ളി അന്വേഷിച്ചു. പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്യണതാ, കമ്പനിയിൽ സെയിം വർക്ക് ചെയ്യുന്ന ആളാ. അപ്പൊ കൂടുതലായിട്ടൊക്കെ അന്വേഷിച്ച കാര്യമൊക്കെ സ്വഭാവം നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ കാണാനും നോക്കിയിട്ട് അത് നോക്കി പൊക്കവും ഹൈറ്റുള്ള ആളെ വേണമെന്ന് പറയുന്നതാ എനിക്ക്. അങ്ങനെയൊക്കെ വെച്ചു. പക്ഷെ എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും
നല്ലത് തന്നെ എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. കരുതി എന്തോ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ സ്വഭാവം നല്ലതാന്ന് കരുതി. ഇപ്പൊ അതല്ല, സ്വഭാവം നല്ലത് തന്നെയാണ്, അന്നത്തെ പോലെ തന്നെയാണ്. ഹൈറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ നല്ല സ്വഭാവവും നല്ല ഗ്ലാമറാണെന്ന് വെച്ചാൽ ഓക്കെ. വേറെ എന്തെങ്കിലുമൊക്കെ? വേറെ ആരെങ്കിലും? വെരി ഗുഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് അന്ന് കണ്ട സാധനം ഇപ്പൊ നിങ്ങൾ കാണുന്ന വ്യത്യസ്തതയാണ്. അതായത് അന്ന് വെറും ഭാഗ്യമായ ചില കാര്യങ്ങൾ നോക്കി ഇപ്പൊ എത്രമാത്രം നിങ്ങൾക്ക് ആഴത്തിലേക്ക്, ഈ ക്രിസ്തു പറഞ്ഞ ആഴത്തിലേക്ക് നീക്കി വലയിടുക, വലതുവശത്തേക്കൊക്കെ എന്ന് പറയും. നിങ്ങൾ റിയലി നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റിയോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ആരില്ലേ? ജോൺസൺ ജൂബി ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ആരും മറന്നുപോയി അൺമ്യൂട്ട് ചെയ്യുന്നത്. മോളല് അന്ന് കണ്ടപ്പോ സൗന്ദര്യം തന്നെയായിരുന്നു മെയിൻ ആയിട്ടും. പിന്നെ ഹൈറ്റും ഒക്കെ വേണമെന്നുണ്ടായിരുന്നു. ഹൈറ്റ് വേണം, സൗന്ദര്യം, അതൊക്കെ മെയിൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോ ശരിക്കും അതൊന്നും അല്ല ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല. അതിനേക്കാൾ ഉപരി നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു എന്തിനും ഏതിനും എനിക്ക് ആശ്രയിക്കാന്നുള്ളൊരു ചിന്ത ഇപ്പൊ സൗന്ദര്യം അല്ല മെയിൻ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് അർത്ഥമില്ലാന്ന് മനസ്സിലായല്ലേ? നിങ്ങളൊക്കെ ഈ യുവ ദമ്പതികളോട്, നിങ്ങളുടെ മക്കളോടൊക്കെ എന്തായിരിക്കും പറയാ? കല്യാണം ആലോചിക്കുമ്പോ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക ഇതിന്റെ അനുഭവത്തില്? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ ഭയമുള്ള ഒരു കുട്ടിയായിരിക്കണം, അങ്ങനെ ഒരു കുടുംബത്തിലെ കുട്ടിയുമായിരിക്കണം വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളുടെ പിള്ളേരൊക്കെ കല്യാണം കഴിക്കേണ്ട അല്ലെ? ഇപ്പൊ ആ പ്രായത്തിലേക്ക് വരുന്നു, ഒരു 5-8 കൊല്ലം കഴിയുമ്പോൾ. അപ്പൊ അവർക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഈ ഭാഗ്യമായ തലമാണോ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആകുലതയിൽ ഈ ഭാഗ്യ തലങ്ങളാണോ കൂടുതൽ വരിക, അതെയോ ഈ പറഞ്ഞ ഇന്റേണൽ ഡിസ്പോസിഷൻ എന്ന് പറയും, ആന്തരിക തലങ്ങൾ, പൗത്രോസ്ലീഹ പറയുന്ന ആന്തരികമായ വ്യക്തിത്വം, തലത്തിലേക്കാണോ നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് സംസാരിക്കുന്നത്? അതായത് സൗന്ദര്യ ഭാഗ്യം ഇതൊന്നല്ല, ഇതൊക്കെയാ മോനെ പ്രധാനപ്പെട്ടതെന്നാണോ നിങ്ങളും പറയുക, അതെയോ ആ പെണ്ണിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു അതെങ്ങനെയാണ്, അങ്ങനെയാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? അവരിത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന് കാണുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഈ ഫാമിലി അവർ ആയാലും അതിനകത്തൊക്കെ അവര് സൈഡിൽ വന്നിരുന്നൊക്കെ കേൾക്കുന്നുണ്ട് മീറ്റിങ്ങുകളിലെല്ലാം. അപ്പൊ അവർക്ക് കുറെയൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യേണ്ട ആന്തരിക തലം തന്നെ. പക്ഷെ അവർക്ക് അവരുടേതായതുണ്ടാകും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആന്തരികമായ കുറെ നല്ല ഇതുണ്ടായിരിക്കണം, ഇതാണ് ഇമ്പോർട്ടൻസ് വരാന്നുള്ളത്. ശരി ശരി. വേറെ ആരെങ്കിലും ഒക്കെ? ജോസ്, ആരാ പറയുന്നത്? സാബുവാണ്. ഞാന് പറഞ്ഞോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞതാണ്. ഈ സാബുവിന്റെ വീഡിയോ ഒന്ന് കാണിച്ച് ആരാന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. വീഡിയോ പറ്റുമോ? പള്ളിപ്പുറം സാബു ആണോ? കാരണം അല്ലല്ല, ഞാൻ പള്ളിപ്പുറം സാബു. ഈയിടയ്ക്ക് ആണ് ഞാൻ MCC-യിൽ കയറിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു അതാണ്. മുഖം ഒന്ന് കാണിച്ചോ, നല്ലതല്ലേ? കാണിക്കാനായിട്ട്. ഇപ്പൊ കറണ്ട് ഇല്ല. ഒന്നാമത് ഞാൻ ഇരുണ്ടതാണ്, ഒരു ഇരുന്നറാണ്. അപ്പൊ ഈ കറണ്ട് കൂടെ ഇല്ലാത്തപ്പോ സംസാരിക്കുന്നത് ഇതിനെ പറ്റിയാണ്, ഭാഗ്യമായ രൂപം. ഞാൻ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. പറഞ്ഞോ. ഞാന് പെണ്ണ് കാണാനായിട്ട് 5-8-10 എണ്ണം കണ്ടു. അപ്പോ എന്റെ പ്ലാൻ എന്ന് വെച്ചാല് വെളുത്തതായിരിക്കണം, കാരണം ഞാൻ ഇരുന്നറാണല്ലോ. അപ്പൊ വെളുത്തതായിരിക്കണം, സൗന്ദര്യം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. 29 വയസ്സായപ്പോ വീട്ടുകാർ പറഞ്ഞു, കെട്ടാൻ പറഞ്ഞു. ആ ഒരു രീതിയിലാണ് നമ്മൾ പോയി പെണ്ണ് കണ്ടതും കല്യാണം കഴിഞ്ഞതും ഒക്കെ. അപ്പോ വെളുത്ത സൗന്ദര്യമുള്ള കുട്ടിയെ തന്നെ കിട്ടി. പക്ഷേ ഈ വിവാഹം എന്ന കൂദാശയിലൂടെ എനിക്ക് ലഭിച്ച പങ്കാളിയിലൂടെയാണ് ഞാൻ പിന്നെ വളർന്നത് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിലൊന്നുമല്ല, ഈ സൗന്ദര്യത്തിലൊന്നുമല്ല കാര്യം. ഞാൻ കല്യാണം കഴിച്ച ഉടനെ തന്നെ അവൾ പറഞ്ഞു അവൾക്ക് സാമ്പത്തികമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല, മനസമാധാനം മാത്രം മതി എന്നുള്ളതായിരുന്നു ആദ്യം മുതൽ. അത് ഈ സമയം വരെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ വിശുദ്ധ കുർബാന തന്നെ എന്നെ കാണാൻ പഠിപ്പിച്ചത് എൻ്റെ പങ്കാളിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പങ്കാളികളിലൂടെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഓക്കെ, ശരി ശരി. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോവുകയാണ്. ഞാൻ ഡിന്നിനെ കാണാൻ പോയത് 14ാമത്തെ പെണ്ണായിരുന്നു.
എന്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്റെ കുടുംബത്തിൽ എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, മോനെ നമുക്കൊരു പള്ളിയായിട്ടും നല്ല ഒരു ആത്മീയമുള്ള ഒരു കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചെറുപ്പത്തിൽ തുടങ്ങിയ അപ്പം എന്നെ രാവിലെ പള്ളിയിലൊക്കെ വിടായിരുന്നു. അപ്പൊ കൂടുതൽ ഞാൻ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തു. ഞാൻ 14-ാമത്തെ ഒരു ദിവസം 4 പെണ്ണ് കണ്ടു. 4-ാമത്തെ പെണ്ണായിരുന്നു ടിന്നി. പക്ഷെ എനിക്ക് 13 പെണ്ണ് എനിക്ക് ഇഷ്ടമായില്ല, ടിന്നിന് ഇഷ്ടമായി. പക്ഷെ കണ്ടു പറഞ്ഞതിന് ശേഷം 2 മാസം കഴിഞ്ഞ ശേഷമാണ് വീണ്ടും അത് ഉറപ്പിക്കാൻ പോയത്. അപ്പോ ഞാൻ നോക്കിയപ്പോ ടിന്നി ആത്മീയമായിട്ട് കാറ്റിസം പഠിപ്പിക്കുന്നു. ആ വീടാണെങ്കിൽ ഒരു എല്ലാവരും അപ്പനും അമ്മയും എല്ലാവരും പള്ളിയിൽ പോകുന്നവരാണ്. ഞാൻ ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഒപ്പം തന്നെ ടിന്നിയിൽ കണ്ട ഒരു നിഷ്കളങ്കത ഞാൻ കണ്ടിരുന്നു. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നു, ടിന്നി എനിക്ക് തണലാണ് എന്നും. കാരണം എന്റേതായ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒപ്പം എനിക്ക് പറയാനും പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ സാധിച്ചത് എനിക്ക് ടിന്നിയിലൂടെയാണ്. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് അന്ന് കണ്ട ആളും ഇന്ന് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, അപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റിയോ? ഓക്കെ, വേറെ ആരും കരുതിയാണ്. അവർക്ക് ചേട്ടാ താങ്ക് യു കേട്ടോ. ഓക്കെ, ഡിജോ മെക്സിക് എന്താ പറയാൻ പോണ പോലെ തോന്നി? ഇല്ല, ഞങ്ങൾ പറയാനല്ല. അച്ഛാ, ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കണ്ടാണ് റിക്സിനെ. അപ്പൊ പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ അമ്മച്ചി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, കളറിലൊന്നല്ല കാര്യം, അത് ജീവിതത്തില് കൂടെ പോകുമ്പോ ബാക്കിയുള്ള ഇനിയുള്ള ജീവിതത്തിലായിരിക്കും അത് മുമ്പോട്ട് പോകുമ്പോ ഭംഗിയായിട്ട് പോകേണ്ടത്. ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചത് ഇവരുടെ അപ്പച്ചനും അമ്മച്ചും എല്ലാം പള്ളിയിൽ പോകുന്നു, റിക്സി പള്ളിയിൽ പാട്ട് പാടാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. ഞാൻ പൊതുവെ കുർബാനയ്ക്കൊന്നും പോകാത്ത ഒരാളായിരുന്നു, ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് പോകുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഒത്തിരി മാറ്റം എന്നിൽ വരുത്തിയത് റിക്സിയാണ്. ഓക്കെ, അതില് ഡിജോയുടെ സ്വഭാവം റിക്സിയിലേക്ക് വരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ, പള്ളി പോവാ. ഒരാളപ്പോ ശരിക്കും സ്വാധീനിച്ചു അല്ലെ, സൗഭാഗ്യമാണ്. ഓക്കെ, ബാഹ്യമായ സൗന്ദര്യം എന്നതിനേക്കാൾ ആന്തരിക സൗന്ദര്യം നമ്മൾ ആ തലത്തിലൂടെ പറഞ്ഞുകൊണ്ട് വന്നു. ഓക്കെ, അപ്പൊ ഹൃദയത്തിന് ചേർന്ന ഇണയെ ദൈവം നൽകും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഹൃദയത്തിന് ചേർന്ന അഭിഷിക്തരെ നൽകും, ചേർന്ന ഇണയെ നൽകും. അപ്പൊ നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങളുടെ വിവാഹത്തിന്റെ വലിയ രഹസ്യം എന്താണ്? നിങ്ങൾ അന്ന് കണ്ടെത്തിയ കുറെ കാര്യങ്ങളല്ല, പിന്നീട് നിങ്ങൾ ജീവിച്ച് തുടങ്ങിയപ്പോൾ അതൊരു ഓപ്പണിംഗ് ആയിരുന്നു അല്ലെ. വിവാഹത്തിനടുത്ത പ്രതിജ്ഞയിലൂടെ നിങ്ങളൊരു പദ്ധതി, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി അതിനോട് യെസ് പറയുകയായിരുന്നു, സമർപ്പണം. പിന്നീടാണ് നിങ്ങൾ തിരിച്ചറിയുന്ന പല കാര്യങ്ങളും. ഇതാണ് സമർപ്പണത്തിന്റെ പ്രത്യേകത അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കിട്ടിയതിനെ ഇഷ്ടപ്പെടുന്ന ശൈലിയിലേക്ക് വരുന്നതാണ് സമർപ്പണം. ഇഷ്ടപ്പെട്ടതിനെ കിട്ടിയില്ലെങ്കിലും കിട്ടിയതിനെ ഇഷ്ടപ്പെടുന്ന ഒരു തുറവിയിലേക്ക് കാര്യങ്ങൾ വരുന്നതാണ് യഥാർത്ഥ സമർപ്പണം. അത് ദാമ്പത്യത്തിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് അത്തരത്തിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ? ഭാഗ്യമായ പേരൻസ്. ഇപ്പോഴും ചിലവർക്ക് ഇപ്പോഴും അതിന്റെ അസ്വസ്ഥതകളൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്കറിയാം, ചില ദമ്പതികള് 50 വയസ്സ് 55 വയസ്സായിട്ടും ഇപ്പോഴും പറഞ്ഞവരുണ്ട്. എന്തിനു പറയുന്നു, ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതി അന്ന് ആ പെണ്ണിനെ കെട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആശ്വസിച്ച് നിശ്വസിക്കുന്നവരുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലമാണ് നിങ്ങൾ എന്റെ ഹൃദയം ഇങ്ങനെയായി, ഇവള് കാരണം ഞാൻ പള്ളിയിൽ പോയി തുടങ്ങി, ഇവള് കാരണം ഞാൻ ഉണക്കമീൻ കഴിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്രമാത്രം ഉൾച്ചേരാനായിട്ട് പറ്റും, അതാണ് വിവാഹത്തിന്റെ ഒരു രഹസ്യമായിട്ട് തോന്നുന്നത്. മറ്റൊരു കാര്യം, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധം നോക്കുക. മക്കളെ, ഈ മക്കളോട് നിങ്ങൾക്കൊരു ഇവാലുവേഷൻ ഇല്ലേ? മക്കളെ ഇവാലുവേഷൻ നടക്കുന്നില്ല. മൂത്തവൻ ഇങ്ങനെ, ഇളയവൻ എങ്ങനെ, അതിലും നടുക്കുള്ളവൾ ഇങ്ങനെയാണ്, അയ്യോ അവന് ഇതിന് കൊള്ളാവൂ, അവൾ ഇതിന് കൊള്ളാം, അങ്ങനെ ഒരു പ്രിയോറിറ്റൈസിങ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടോ മക്കളുമായിട്ട്? ഇപ്പൊ ജസ്സ തന്റെ മക്കളെ അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഒരുത്തനെ ആടിനെ വയ്ക്കാൻ പോയനോ, അവനൊന്നും പറ്റില്ല, ബാക്കിയുള്ളവരാണ്. അതായത് നമ്മുടെ പേരൻസിന് നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട്, ഇവാലുവേഷൻ ഉണ്ട്. അധ്യാപകർക്ക് ഒരു ഇവാലുവേഷൻ ഉണ്ട്. ഇനി എന്തിനു പറയുന്നു, നിങ്ങൾ ഓരോ ദമ്പതിയെ പറ്റി എനിക്കൊരു ഇവാലുവേഷൻ ഉണ്ട്, ഇന്ന ആളായിരിക്കും നല്ലത്, ഇന്നതായിരിക്കും. സമാധാനമായില്ല, അതും കൂടി പറഞ്ഞു. നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു കാറ്റഗറി ഉണ്ട്. ചില ആളുകൾ ഓക്കെയാണ്, ചില ആളുകൾ ഇങ്ങനെയായിരിക്കും. ഇതിനെ പ്രജുഡീസ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ചില ഇവാലുവേഷൻസ് തെറ്റാണ്, ചില ഇവാലുവേഷൻസ് ഇവിടെയാണ്. ഓരോ വ്യക്തിയെയും ദൈവം എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഒരു ലീഡറിന്റെ വലിയ കഴിവ് എന്നുള്ളത്, അല്ലെങ്കിൽ പേരൻസിന്റെ വലിയ കഴിവ് എന്നുള്ളത്, മക്കളുടെ വ്യത്യസ്തമായ ഒരു കഴിവുണ്ടാവും. ആ കഴിവായിരിക്കും ആ വ്യക്തിയെ ലോകത്ത് അറിയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് നന്മ ലഭിക്കാൻ പോകുന്നത് ആ കഴിവായിരിക്കും. അതിനെ കണ്ടെത്തി വളർത്തുക. അപ്പോ ഈ
ആദ്യം പറഞ്ഞ മൂത്ത മകൻ ഏലിയാബിന്റെ കഴിവ് എന്താണോ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അബിനാദിന് വേറെ കഴിവായിരിക്കാം, ഷമ്മായിക്ക് വേറെ കഴിവായിരിക്കാം. പക്ഷെ ദാവീദിന്റെ കഴിവ് എന്തായിരുന്നു? ഇസ്രായേലിനെ ഭരിക്കുക എന്നുള്ള കഴിവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. ഇനി ഈ ശേഷം പറയുന്നുണ്ട്, അവൻ കിന്നര വായനയിൽ അതിനിപുണനായിരുന്നു. സാവൂളിന് രോഗം വരുമ്പോ ഇവൻ സംഗീതം വായിച്ച് അവനെ സുഖപ്പെടുത്തുമായിരുന്നു. അവൻ കോമളനായിരുന്നു. ഓക്കെ. പിന്നെ അവന്റെ പൊക്കക്കുറവ് അവന് ഉപകാരപ്പെട്ടു. കവണല്ല, കല്ലും കവണയുമായിട്ട് ഈ മല്ലനെ കൊല്ലാനായിട്ട് അവന് പറ്റിയത് ഒരു പക്ഷെ ഈ ഈ ഗോലിയാത്ത് കരുതി ഈ കുഞ്ഞി എന്താ പറയാ ചീള് പയ്യൻ എന്ത് ചെയ്യാൻ, പക്ഷെ ആ ചീള് പയ്യനാണ് അല്ലെ. അപ്പൊ ബലഹീനതകള് കുറവുകളാണ് ഒരുപക്ഷെ ചിലരുടെ ശക്തി. നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ബലഹീനതയാണ്. പക്ഷെ അതിനെ എങ്ങനെ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ എവിടെയും ഏത് രീതിയിലും നമ്മുടെ ചില കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ചില കുറവുകൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും, ആനുകൂല്യമായിരിക്കും. അപ്പൊ മക്കളെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുക. അതായത് നമ്മൾ പറയാം അവഹേളനം നടത്തി, എന്നെ അവഗണിച്ചു, പാർഷ്യാലിറ്റി. നമ്മളെല്ലാവരും അതിന്റെ മുറിവ് പേറുന്നവരാണ്. എനിക്ക് അവസരം തന്നില്ല, എന്നെ പരിഗണിച്ചില്ല. പിള്ളേരൊക്കെ പറയുന്നതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അല്ലെ. പിള്ളേർക്ക് പണ്ടൊക്കെ മീനൊക്കെ വിളമ്പി കൊടുക്കുമ്പോ നല്ല കഷ്ണം ആർക്കാ പോയെന്നൊക്കെ നോക്കും. ഈ കുർബാനയ്ക്ക് കൊടുക്കുമ്പോ ഞാനൊക്കെ ഒത്തിരി ശ്രദ്ധിക്കും ഈ പൊളിഞ്ഞതും പൊട്ടിയതും കൊടുക്കാതിരിക്കാനായിട്ട്. ഇനി ആർക്കെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അച്ഛൻ എനിക്ക് മനഃപൂർവ്വം എടുത്തു തന്നു അല്ലെ. അവിടെ പോലും നമ്മൾ ചിന്തിക്കും അല്ലെ, എന്നെ ബഹുമാനിക്കുന്നുണ്ടോ, അതാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ച് നിങ്ങളുടെ അനുഭവത്തില് നിങ്ങളുടെ മക്കളോടുള്ള പ്രതികരണമാകലും നിങ്ങൾ അനുഭവിച്ചതാകാം. ഇതെപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ചില മുറിവുകള് അല്ലെങ്കിൽ കുറവുകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മളെ തരം താഴ്ത്തിയത്, തരം തിരിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി നിർത്തിയത്, അങ്ങനെയൊക്കെ ആർക്ക് വേണേലൊക്കെ പറയാം. ബിജു അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. ആരാ പറയുന്നേ? എന്തെങ്കിലും ആശയമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇല്ലെങ്കിൽ ഞാൻ പോവാണ്, കാരണം ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറയാൻ മടിയൊക്കെ ഉണ്ടാവും അല്ലെ. വിൻസെന്റ് ജേസി എന്തോ പറയാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞോ. അച്ഛാ, ഞങ്ങൾക്ക് 2 ആൺമക്കളാണുള്ളത്. രണ്ടുപേരും ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ നേടി. മൂത്ത മകൻ അവൻ കണ്ടെത്തിയ ജീവിത പങ്കാളിയും വളരെ നല്ല, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിനെ കണ്ടെത്തി. രണ്ടാമത്തവനും നല്ല കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടെത്തിയ കുട്ടി ഞങ്ങൾക്കത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ളൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരാനിടയായി. അച്ഛനുമായിട്ട് ഞാൻ ഞങ്ങൾ ഷെയർ ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ അത് പലപ്പോഴും ഞങ്ങൾക്കത് അനുഗ്രഹമായിട്ട് മാറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതെ. അപ്പൊ 2 മക്കളെയും ഞങ്ങൾ കരുതിയിരുന്ന ആ ഒരു ജീവിതാന്തസ് അവര് എത്തിപ്പെടുന്നതിൽ ഞങ്ങൾക്ക് വന്ന ഒരു കാഴ്ചപ്പാടിൽ വന്ന ഒരു ചെറിയ പെശകാണെന്ന് ഞങ്ങൾ സ്വയം സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി. ഓക്കെ. നിങ്ങളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അത് നമുക്കൊരു ഉത്തരമായിട്ട് ചിലപ്പോൾ മാറാം അല്ലെ. അതാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഈ സാവൂളിനൊരു എന്താ പറയാ ദുരാത്മാവ് ബാധിച്ച വ്യക്തിയായിട്ടാണ് പിന്നെ പറയുന്നത്. സാവൂളിനെ
രാജാവായിരുന്നവൻ പിന്നെ ദുരാത്മാവായി മാറി. ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകത്തിലൂടെ ലഭിച്ചവന് ദുരാത്മാവിന്റെ ആളായിട്ട് മാറും. എത്ര പെട്ടെന്നാണ് ശ്രേഷ്ഠനായ ഒരുവൻ ഒരുപക്ഷെ അവഗണിക്കപ്പെട്ടവനും വെറുക്കപ്പെട്ടവനായിട്ട് മാറും. അതിനുശേഷം അവനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അവനിൽ അസൂയ, കോപം, അല്ലെങ്കിൽ അതേപോലെ തന്നെ കൊലപാതക ശ്രമങ്ങള്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സാവൂളിലേക്ക് കടന്നു വരികയാണ്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് ദുരാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഒരാള് ഈ സാവൂളിന്റെ പ്രശ്നം, അവന് പുതിയൊരു രാജാവ് വരുന്നു, അവനെ പറ്റി നന്മ നാട്ടുകാരൊക്കെ പറയുന്നല്ലേ, അവന് അസൂയ വരുന്നു, അസൂയ, കഠിനമായ അസൂയ. ഇപ്പൊ എന്നോടൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, കല്ലീലിയച്ചനോട് അസൂയ തോന്നാറുണ്ട്. എനിക്കതപ്പോ ചിരി വരും. ചിലവരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നിങ്ങളിൽ തന്നെ. കാരണം അച്ഛൻ വലിയ സംഭവമായിരുന്നു, അപ്പോ അച്ഛൻ ഇങ്ങനെയായിരിക്കും. എനിക്കറിയാം, എനിക്ക് എന്റെ കഴിവുണ്ട്, എന്റെ മേഖലയുണ്ട്, എന്റെ സ്പേസ് ഉണ്ട്. അത് മറ്റാൾക്ക് പറ്റില്ല. അദ്ദേഹത്തിന്റെ മേഖലയിൽ എനിക്ക് ചിലപ്പോ അതാണ്. ഓരോരുത്തർക്കും അവരവരുടെ സ്പേസുകളുണ്ട്. അതായത് കുറവുകളും നിറവുകളും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് വേണ്ടത് എന്റെ മേഖലയിൽ ഒരു കോൺഫിഡൻസ് വേണം. എനിക്ക് തരും, മറ്റത് എനിക്ക് അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ചാൾസ് അച്ഛനോട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ നോക്കുക, ഓരോരുത്തർക്കും ദൈവം അവനവനൊരു സിദ്ധി നൽകിയിട്ടുണ്ട്. ആ മേഖലയിൽ നമുക്ക് വിജയിക്കാം, അത് മറ്റേയാൾക്ക് പറ്റില്ല, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള തിരിച്ചറിവ്, അതായത് ഞാൻ എന്നെ പറ്റി തന്നെ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട്. മാനുഷികമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. പക്ഷെ സ്പേസ് എന്നുള്ളത് എനിക്ക് എന്റെ സ്പേസ് ഉണ്ട്, ഓരോ വ്യക്തിക്കുണ്ട്. അപ്പൊ സാവൂളിന് തീർച്ചയായിട്ടും അവന്റെ സ്പേസ് പോയി അതിന്റെ സങ്കടമായിരുന്നു. പക്ഷെ അതെന്തായി മാറി? ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ദുരാത്മാവ്? നമ്മളിന്ന് പറയുന്ന സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ചിലത് തുറന്ന് സംസാരിക്കുക. ഇപ്പോ ഞാൻ വിശ്വസിക്കുന്നു ജെസ്സി വിൻസെന്റ് ഇപ്പൊ തുറന്നു പറഞ്ഞപ്പോൾ അവരിൽ ഉണ്ടാവുന്ന ഒരു ഹീലിംഗ് ഉണ്ട് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾ ചിലരെയൊക്കെ എന്ത് പറ്റി നമ്മൾ ചോദിക്കാൻ പറ്റും. ഓക്കെ, അതായത് അവർക്കൊരു ഇതാണ് ഒരു ഫോറമാണിത്. ഞങ്ങളെ മനസ്സിലാക്കുന്ന ദമ്പതികള്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വന്നൊരു മാറ്റമാണ് അത് തുറന്നു പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. മനുഷ്യന് എവിടെയും ഒറ്റയ്ക്ക് ജയിക്കാനൊന്നും പറ്റുകയില്ല. നമുക്ക് കൂട്ടായ്മയിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ സാവൂളിന് തിരിച്ചറിയേണ്ട ഒരു കാര്യമായിരുന്നു, ദാവീദ് വരുന്നതോടുകൂടി എന്റെയും അല്ലെ ഭരണം നല്ലതാകും, ഇച്ചിരി കൂടി എഫിഷ്യന്റ് ആകും. നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്യുന്നു, കുറേയും കൂടി എഫിഷ്യന്റ് ആവും, കുറേയും കൂടി വ്യക്തതയിലും കൃത്യതയിലും ചെയ്യാൻ പറ്റുന്നു. അത്തരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, രണ്ടാമത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന എവിടെയാണ്? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എടുക്കുക. ഈ വരദാനങ്ങള് ഒരു വ്യക്തിയിൽ ഉണ്ടോ? അതാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ എനിക്കൊരാളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്, അല്ലെ? എനിക്ക് തുറവി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ്. എനിക്ക് കരുണ കാണിക്കാൻ പറ്റും, ആലോചന, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളുമാണ്, അല്ലെ? ധൈര്യം. അപ്പൊ ഇതൊക്കെ എന്നിലുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവുണ്ട്. അത് ഞാനല്ല തീരുമാനിക്കുന്നത്, മറിച്ച് ആ വ്യക്തി തീർച്ചയായിട്ടും വ്യക്തിയിലൂടെ ദൈവം എന്നോട് സംസാരിക്കും. അപ്പോ ആലോചന, അല്ലെങ്കിൽ ആത്മസംയമനം, ക്ഷമ, ഔദാര്യം, ഇതെല്ലാം കരുണ, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളുമാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തില് ഈ ദാവീദിന്റെ തെരഞ്ഞെടുപ്പും സാവൂളിന്റെ തിരസ്കരണവും ജസ്സെ മക്കളെ അവതരിപ്പിക്കുന്നതും ഒരുപക്ഷെ അതിനുശേഷം ദൈവത്തിന്റെ ഇംഗിതം സാമൂഹ്യല് നിറവേറ്റുന്നതും ബലഹീനരെ, കുറവുകളുള്ളവരെ, ലോകം തിരസ്കരിക്കുന്നവരെ ദൈവം രാജാവായിട്ട് ഉയർത്തുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠ പദ്ധതി. അത് ബൈബിളിന്റെ ഒരു പോളമിക്കാണ്. പോളമിക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, വിരോധാഭാസം, അല്ലെ? ബൈബിള് നോക്കി ദരിദ്രരെ പരിഗണിക്കും, അഗതികളെ പരിഗണിക്കും, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശിഷ്യന്മാരാക്കും, മുക്കുവന്മാരെ ശിഷ്യന്മാരാക്കും, സ്ത്രീകളെ ഉത്ഥാനത്തിന്റെ മഹത്വം ആദ്യം അറിയിക്കും, നസ്രത്തിലെ ദരിദ്ര കന്യകയുടെ അടുത്ത് മംഗളവാർത്ത ചെല്ലും, രാജകൊട്ടാരങ്ങളിൽ നോ പ്രവേശനം ഇല്ല അവിടേക്ക്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. വരാനിരിക്കുന്ന ക്രിസ്തുവിലൂടെ സംജാതമാകുന്ന പുതിയ ദൈവരാജ്യത്തിന്റെ പ്രതിഫലനങ്ങൾ ഒരുപക്ഷെ പഴയ നിയമത്തിൽ ഓൾറെഡി കോറിയിടുന്നു. അതായി ഇതെല്ലാമാണിത്. ഓക്കെ, നമുക്ക് എല്ലാ ആശംസകളും നേരാം. ഞാനും പ്രത്യേകം നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ഏറ്റവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3000 വർഷം മുമ്പ് നടന്നൊരു ചരിത്ര സംഭവത്തെ നമ്മുടെ ഇന്നത്തെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അച്ഛൻ വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ ബൈബിൾ അപഗ്രഥനം നടത്തുകയുണ്ടായി. നമുക്ക് അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ യോഗത്തിന് നന്ദി പറയാനായിട്ട് നമ്മുടെ തുറവൂർ MCC യൂണിറ്റിലെ
ഏറ്റവും ആക്റ്റീവായിട്ടുള്ള തോമസ് ഡേസി ദമ്പതിയെ പ്രത്യേകം ക്ഷണിക്കുകയാണ്.